നെത്തോലി പുളിയും മുളകും ഇട്ടതാണ് ഇന്നുണ്ടാക്കുന്നത്. അതിനായി നെത്തോലി ക്ലീൻ ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതിന് വേണ്ടത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ടൊമാറ്റോ, പച്ചമുളക്. പച്ചമുളക് വലിയ എരിവില്ലാത്തതാണ്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം സ്ലൈസ് ചെയ്തെടുത്തു. പച്ചമുളക് ഓരോന്നും രണ്ടായി കട്ട് ചെയ്തു. ടൊമാറ്റോയും നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി പൊടികളിലേക്ക് പോകാം. കാശ്മീരി ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, ഉലുവാപ്പൊടി. ഇത്രയുമാണ് വേണ്ടത്. ഒരു മൺചട്ടി ചൂടാക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിനുശേഷം ചട്ടി ചുറ്റിച്ച് എണ്ണ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്യണം. ചട്ടി പുകഞ്ഞു പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് ഉലുവ ഇടാം. ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തതും ഇഞ്ചി സ്ലൈസ് ചെയ്തതും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടുകൊടുക്കാം. ഇനി അതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുത്താൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു റോ ടേസ്റ്റ് ഫീൽ ചെയ്യും. മാത്രമല്ല കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടണമെങ്കിലും ഇതുപോലെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതേമാതിരി ആയി കിട്ടണം. ഇതിനു ശേഷമാണ് ടൊമാറ്റോ ചേർക്കുന്നത്. ടൊമാറ്റോയും ഇതേമാതിരി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. എണ്ണ തെളിയണം, അതുവരെ വഴറ്റണം. കറിവേപ്പില ചേർക്കുകയാണ്. ഇനി ഫ്ലെയിം സിമ്മർ ചെയ്തിട്ട് പൊടികൾ ചേർക്കണം. ടൊമാറ്റോ ഓൾറെഡി അതിലുള്ളത് കൊണ്ടാണ് പൊടികൾ വെള്ളം ചേർക്കാതെ അതിലേക്ക് ഇട്ടത്. പൊടികളുടെ റോ ടേസ്റ്റ് പോകാൻ ഒന്ന് വഴറ്റണം. കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇനി കുടംപുളി മാത്രമായിട്ട് അതിലേക്ക് ഇടണം. 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. അരപ്പ് നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എല്ലാം കൂടി കൂമ്പാരം കൂട്ടിയിടാതെ സ്പ്രെഡ് ചെയ്തിടണം. അതിനുശേഷം ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കണം. സ്പൂൺ വെച്ച് ഇളക്കാൻ പാടില്ല. ചെറുതായി ഓപ്പൺ ചെയ്തിരിക്കുന്ന രീതിയിൽ അടച്ചു വെച്ച് വേവിക്കണം. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിക്കണം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കണം. 10 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് ഒന്നുകൂടി ചുറ്റിക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിൻ്റെ മേലെ തൂകണം. നെത്തോലി പുളിയും മുളകും ഇട്ട് വറ്റിച്ചത് റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫീഡ്ബാക്ക് തരാനും മറക്കരുത്.